ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അശ്വിൻ പോയി കഴിയുമ്പോഴേക്കും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിട്ട്. അപ്പോൾ ശ്രുതിയുടെ ഒരു പ്രതിബിംബം മുമ്പിലേക്ക് വരുന്നുണ്ട്. ആ പ്രതിബിംബം ശ്രുതി എടുത്ത് പറയാണ്, അശ്വരീരി എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവം കേട്ടോ. ശ്രുതി എടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, അതെ ശ്രുതി, നീ കേട്ടില്ലേ ആ അശ്വിൻ സാറാൻ പറഞ്ഞത്? നീ പണം മേടിച്ചില്ലേ 3000 രൂപ, അത് എത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുക്കണമെന്ന് അയാൾ പറഞ്ഞത്. അയാൾ നിന്നെ ഇൻസൾട്ട് ചെയ്തതാണ് ശ്രുതി, ഇൻസൾട്ട് ചെയ്തതാണ് എന്നൊക്കെ പറയാണ്. ഇത് കേൾക്കുന്ന ശ്രുതി ആണെങ്കിൽ അയ്യോ ആയിരിക്കോ ഈശ്വര, ഞാൻ ആ 3000 രൂപ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കും? 3000 രൂപ കൊടുക്കണം, അത് തന്നെയാ നല്ലത്. അത് ഇന്നോ നാളെയോ കൊടുത്താൽ പോരാ, എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കണം. അയാളുടെ 3000 രൂപ കൊടുക്കാത്തതിന്റെ ദേഷ്യം അയാളെ കാണിച്ചു നിന്ന് ഫോണിൽ കൂടി. ഇനി ഫോണിൽ അങ്ങനത്തെ സംസാരിച്ചായിരുന്നോ, അതോ എന്നെ കേൾപ്പിക്കാൻ വേണ്ടി വെറുതെ സംസാരിച്ചതാണോ? എന്തായാലും 3000 രൂപ അയാൾക്ക് വേണം. അതിനു വേണ്ടി അയാൾ ഈ നാടകമൊക്കെ കളിക്കണത്. ശരി, ഈ ശ്രുതികുമാരി ലക്ഷ്മി ആ പൈസ കൊടുത്തിരിക്കും എന്നൊക്കെ ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കാണ്. പക്ഷെ ആ പൈസ ഞാൻ എങ്ങനെ കൊടുക്കും? എന്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ. അത് ഞാൻ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, വർക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കാം. ജിലേബി ഉണ്ടാക്കി പൈസ ഉണ്ടാക്കിയാലോ? ഓ വേണ്ട, ഒരു പ്രാവശ്യം ആ ഒരു കച്ചവടം നടത്തിയിട്ട് പൊളിഞ്ഞ് പാളീസായതാണല്ലോ, അതുകൊണ്ട് ആ ബിസിനസ് വേണ്ട. പിന്നെ ഇപ്പൊ എന്ത് ബിസിനസ് ചെയ്യും? ആ എംബ്രോയിഡറി വർക്ക്. എന്നെ കഴിഞ്ഞിട്ട് വേറെ ആരുള്ള എംബ്രോയിഡറി വർക്ക് ചെയ്യാൻ? അത്രക്കും തന്നെ അടിപൊളിയായിട്ട് ചിക്കൻ കറി വർക്കും എംബ്രോയിഡറി വർക്കും ഒക്കെ നന്നായിട്ട് ചെയ്യും. അപ്പോൾ ആ വർക്ക് ചെയ്യാം. അതും ചെയ്ത് തന്നെ ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റും. അശ്വിൻ സാരമില്ല, 3000 രൂപ സുഖമായിട്ട് എനിക്ക് കൊടുക്കാം. അയ്യോ, പക്ഷെ ആ പൈസ ഉണ്ടാക്കണമെങ്കിൽ ഒത്തിരി നാൾ പിടിക്കുമല്ലോ. ഒരു വർക്ക് ചെയ്തെടുക്കണമെങ്കിൽ എത്ര മാസം വേണം? അയ്യോ, അതൊന്നും പറ്റില്ല. അയാളുടെ പൈസ എത്രയും പെട്ടെന്ന് കൊടുക്കണം. പക്ഷെ അതിന് എന്താ ഈശ്വരി വഴി? ഒരു കാര്യം ചെയ്യാം, ടെൻഷൻ കുറക്കാൻ വേണ്ടി കുറച്ച് ജിലേബി ഉണ്ടാക്കാം. അതാകുമ്പോഴേക്കും എൻ്റെ ടെൻഷൻ കുറയും. ചിലപ്പോൾ എനിക്ക് നല്ല ഐഡിയയും വരും. നോക്കാം, ഒരു ജിലേബി ഉണ്ടാക്കി നോക്കാം എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മനോരമ ആണെങ്കിൽ പ്രീതിനെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. ശ്രുതിയുടെയും അശ്വിൻ്റെയും മാരേജിന് പിന്നിൽ എന്തോ ഒരു കറുത്ത കൈകളുണ്ട്. അതെന്താന്ന് കണ്ടുപിടിക്കണം. ഒരു ബ്ലാക്ക് സൈഡ് ഉണ്ട് അവരുടെ മാരേജിന് പിന്നില്. അതെന്തായാലും കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞതോടെ തന്നെ പ്രീതി അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് ചോദിക്കാന്ന് വിചാരിക്കുക കേട്ടോ. അങ്ങനെ ശ്രുതിയുടെ അടുത്തേക്ക് പ്രീതി വരുന്നുണ്ട്. ശ്രുതി എന്ന് പറഞ്ഞു വരുമ്പോഴേക്കും ചേച്ചി എന്നോടൊന്നും മിണ്ടല്ലോ കേട്ടോ, ഞാൻ അത്ര തിരക്കിലാണ്. എനിക്ക് ഈ ജിലേബിയൊക്കെ ഉണ്ടാക്കണം. ഉണ്ടാക്കിയാൽ മാത്രമേ എനിക്ക് ഐഡിയാസ് തലയിൽ ഉദിച്ചു വരുള്ളൂ. എനിക്ക് എത്രയും പെട്ടെന്ന് നല്ല ഐഡിയാസ് വേണം, പൈസ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ ശ്രമം. ശ്രുതി, നീ എന്തൊക്കെയാ പറയണത്? ചേച്ചി, ഞാൻ ചേച്ചിയുടെ പറഞ്ഞത് മിണ്ടല്ലേ ചേച്ചി, ഞാൻ പെട്ടെന്ന് തന്നെ ഈ പലഹാരമൊക്കെ ഉണ്ടാക്കി തീർക്കട്ടെ, എനിക്ക് പണിയുണ്ട് ചേച്ചി എന്ന് പറയാണ്. ആ ശരി എന്ന് പറയുന്നുണ്ട്. അല്ല, നീ ഇതെന്താ ഇത്രയും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കണത്? ഓ അതൊക്കെ ഉണ്ട് എന്ന് പറയണം. അങ്ങനെ ശ്രുതി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ശ്രുതിക്ക് ഒരു ബോധം വരുവാ കേട്ടോ. ഇത് നല്ലൊരു ഐഡിയ ആണല്ലോ. അതെ, ഇത് തന്നെ നല്ല ഐഡിയ. ഇത് കൊണ്ടിട്ട് അശ്വിൻ സാറാമിന്റെ കമ്പനി കൊണ്ടേ കൊടുക്കാം, അവിടെ എല്ലാവർക്കും വിതരണം ചെയ്യാം. അതെ, ഇത് തന്നെയാ നല്ലൊരു ഐഡിയ. എൻ്റെ ഈശ്വര, എൻ്റെ കുട്ടീഷ്ണ എന്നെ രക്ഷിച്ചു, നല്ലൊരു ഐഡിയ തന്നെ നീ തലയിൽ ഉദിപ്പിച്ചല്ലോ എന്ന് ശ്രുതി മനസ്സിലാക്കണം. അങ്ങനെ രാവിലെ തന്നെ കെട്ടി ശ്രുതി എല്ലാവർക്കും ഫുഡായിട്ട് പോവാണ്. ഇത് കാണുന്ന അശ്വിന് ദേഷ്യം എന്നിട്ട് കമ്പനി നോക്കുമ്പോഴേക്കും ആരും കമ്പനിയിൽ വർക്കൊന്നും ചെയ്യുന്നില്ല, എല്ലാവരും ഫുഡ് കഴിച്ച് ആഘോഷിച്ചിരിക്കുകയാണ്. അശ്വിന് ദേഷ്യം എന്നിട്ട് അശ്വിൻ അവിടുത്തെ പൊട്ടിത്തെറിക്കുന്നുണ്ടെങ്കിലും അശ്വിൻ ശ്രുതി കാണാണ്ട് കുറച്ച് ഫുഡ് എടുത്ത് കഴിക്കുന്നുണ്ട്. അത് ശ്രുതി കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ. ഈ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ തിങ്കളാഴ്ചത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. ഇതിന്റെ ഫുൾ എപ്പിസോഡ് റിവ്യൂ നാളെ ഇടുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. നാളെ കാണാം. ബൈ ബൈ.